Video number 90. More exercise on formal charges. First exercise or example. Again, methane. So find out the formal charges. Find out the formal charges means find out the formal charges of carbon and hydrogen. ഇവിടെ നമുക്ക് കാർബൺ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഇക്വിവാലന്റ് ആണ്. ഒരു ഹൈഡ്രജന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാർബണിന്റെ ഫോർമൽ ചാർജ് ഓൺ കാർബൺ ഈക്വൽ ടു ഫോർമുല എന്താ പറഞ്ഞിരിക്കുന്നത്? ബാലൻസി വി അല്ലേ പറഞ്ഞിരിക്കുന്നത്. വി എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ബാലൻസി എത്രയാണ്? ബാലൻസി അല്ല, ബാലൻസി ഇലക്ട്രോൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 2,4 ആണ്. മൈനസ് ഹാഫ് ഇൻറ്റു എൻ വി നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ. ഈ കാർബൺ എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ 1 ബോണ്ട് ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എത്ര? 1 2 3 4 ബോണ്ട്സ് ഉണ്ട്. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. 4 × 2 എന്താണ്? 8 × 8 മൈനസ് ആന്റി ബോണ്ടിങ്. ഒരു ലോൺ പെയർ ഉണ്ടോ കാർബണിൽ? ലോൺ പെയർസ് ഒന്നുമില്ല. ബോണ്ടിങ് പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ 0 ദാറ്റ് ഈക്വൽ ടു ഇത് കാൽക്കുലേഷൻ 2 × 8 4 ആണ്. അവിടെ 2 8 ഡിവൈഡ് ചെയ്യുക. 8 2 4 ഉണ്ട്. 4 മൈനസ് 4 എത്രയാണ്? 0. കാർബണിന്റെ ഫോർമൽ ചാർജ് 0. ഇനി ഹൈഡ്രജൻ. എല്ലാ ഹൈഡ്രജൻ ഈക്വൽ ആണ്. അപ്പോൾ ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. 1 ഹൈഡ്രജൻ ഈക്വൽ ടു ഹൈഡ്രജന്റെ ബാലൻസ് നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ. ബാലൻസിലെ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ 1 ആണ്. മൈനസ് ഹാഫ് ഇൻറ്റു ഈ ഹൈഡ്രജൻ എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ട്. ഒരു ബോണ്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. 2 മൈനസ് ഇതിലെ നോൺ പെയർ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഇല്ല. 2 × 1 - 1 ഈക്വൽ ടു 0. അപ്പോൾ മീഥേനിലെ കാർബണിന്റെ ഫോർമൽ ചാർജ് 0 ആണ്. ഹൈഡ്രജന്റെ ഫോർമൽ ചാർജ് 0 ആണ്. അപ്പോൾ ഇതാണ് ഒരു മീഥേനിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ ഫോർമൽ ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെയാണ് അമോണിയ. NH3 നോക്കുക. ലൂയിസ് സ്ട്രക്ചർ വരുമ്പോൾ നൈട്രജൻ അറിയാലോ നമുക്ക് 3 ബോണ്ട് ഉണ്ട്. നൈട്രജന് 1 2 ലോൺ പെയർ ഉണ്ട് അല്ലേ? 1 2 3 1 2 3 4 5 ഒരു ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യും അല്ലേ? അങ്ങനെയാണ് ഇതുപോലെ സ്റ്റേബിൾ ആവുന്നത്. ഇങ്ങനെ നോക്കുക. ഇവൻ എത്ര ഇലക്ട്രോൺസ് ആയി? നൈട്രജൻ സ്റ്റേബിൾ ആയില്ലേ? 2 2 2 2 അല്ലേ? 8 ഇലക്ട്രോൺസ് ആയി. ഇവൻ ഡ്യൂപ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്തു. നൈട്രജൻ ഒപ്പിട്ടു, ഹൈഡ്രജൻ ഡ്യൂപ്ലേറ്റ്. അപ്പോൾ നോക്കുക, ഹൈഡ്രജന്റെ ഒരു ബോണ്ട് പ്രകാരം ഫോം ചെയ്തത്. ഇവിടെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു പെയർ ഇലക്ട്രോൺസ് ആണ് നൈട്രജനുള്ളത് അല്ലേ? അപ്പോൾ നോക്കാം. ഫോർമൽ ചാർജ് ഓൺ നൈട്രജൻ കണ്ടുപിടിക്കാം. നൈട്രജൻ കണ്ടുപിടിക്കാം. ബാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ട്? അറ്റോമിക് നമ്പർ നൈട്രജൻ 7 ആണ്. 2,5 5 മൈനസ് 1/2 ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? ഒരു ബോണ്ട് 1 2 3 ബോണ്ട്. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺസ്. 3 × 2 6 മൈനസ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. നൈട്രജന് 1 ലോൺ പെയർ ഉണ്ട്. അതായത് 2 ഇലക്ട്രോൺസ്. ദാറ്റ് ഈക്വൽ ടു 2 6 അല്ലേ? 3 ആണ്. 5 മൈനസ് 3 2 ആണ്. 2 മൈനസ് 2 എന്താണ്? 0 ആണ് ഫോർമൽ ചാർജ്. ഇനി ഇതിലെ ഹൈഡ്രജന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. ഫോർമൽ ചാർജ് ഓൺ ഹൈഡ്രജൻ ഈക്വൽ ടു ഹൈഡ്രജന്റെ ബാലൻസ് ഇലക്ട്രോൺ 1 ആണ്. മൈനസ് 1/2 ഇൻറ്റു അതിന് ബോണ്ടിങ്. ഹൈഡ്രജൻ എത്ര? ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. 2 ലോൺ പെയർ ഇല്ല. 2 × 2 എത്രയാണ്? 1 1 - 1 0. അപ്പോൾ അമോണിയയുടെ കേസിൽ ഫോർമൽ ചാർജ് നൈട്രജന്റെ ഫോർമൽ ചാർജ് 0, ഹൈഡ്രജന്റെ ഫോർമൽ ചാർജ് 0 ആണ്. അപ്പോൾ മീഥേന്റെയും അമോണിയയുടെയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. SO3 നോക്കാം. നമുക്ക് SO3 വരച്ചാണ് ലൂയിസ് സിംബൽ വരയ്ക്കുന്നത് അറിയാലോ. സൾഫർ അറ്റോമിക് നമ്പർ 16 2,8,6 6 ഇലക്ട്രോൺസ് ആണുള്ളത്. 1 2 3 4 5 6 ഇലക്ട്രോൺസ് ആണ് സൾഫറിനുള്ളത്. O3 ആണുള്ളത്. ഓക്സിജൻ. ഒരു ഓക്സിജൻ ഞാൻ വരയ്ക്കാൻ വരും. O3 1 2 3 4 5 6. അപ്പോൾ ഇവൻ കംപ്ലീറ്റ് ആവുമല്ലോ. ഇവൻ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയാൽ 2 2 2 2 ആയി. സൾഫർ 2 2 4 6 സൾഫർ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. നോക്കാം. എസും ഓയും ഇത് ചേർന്നൊരു ബോണ്ട് അല്ലേ? ഇത് ഇവൻ ചേർന്നൊരു ബോണ്ട് SO SO ഇവിടെ ഓക്കെ സ്റ്റേബിൾ ആയി. ഇതിന് ലോൺ പെയർ 2 ലോൺ പെയർ ഉണ്ട്.
സൾഫറിൽ SO3 ആണ് വന്നിരിക്കുന്നത്. ഒരു ഓക്സിജൻ നോക്കാം 1 2, കാരണം സൾഫറിന്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. സൾഫർ ഷെയർ ചെയ്യില്ല, കാരണം എന്താണ്, ഒക്ടേറ്റ് ആൾറെഡി കംപ്ലീറ്റ് ആയി. 1 2 3 4 5 6 7 ഇവരായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. അതുകൊണ്ട് സൾഫറും ഓക്സിജൻ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തപ്പോൾ ഇവിടുത്തെ ഈ ഓക്സിജൻ സ്റ്റേബിൾ ആണ്, ഈ സൾഫർ സ്റ്റേബിൾ ആണ്. ഇനി നമുക്ക് നോക്കുന്നത് ഇവൻ ഒരിക്കലും ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ പോകില്ല, ഓൾറെഡി ഒക്ടേറ്റ് കംപ്ലീറ്റഡ് ആയി. അതുകൊണ്ട് രണ്ട് ലോൺ പെയർ ഉള്ളതുകൊണ്ട് he said I can contribute 2 ലോൺ പെയർസ്. അപ്പോൾ ഒരു ഓക്സിജൻ അടുത്ത് വന്നു. ഈ ഓക്സിജനെ എന്താണ് 6 ഓടു ഇവൻ കോൺട്രിബ്യൂട്ട് ചെയ്തു, 8 ഇലക്ട്രോൺസ് ആയി. നോക്കുക, ഈ സൾഫർ ഇവിടെ എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വരുന്ന ആള് ഇവിടെ ഒന്നും വരയ്ക്കാൻ പാടില്ല കേട്ടോ. ഇനി ഒരു ഓക്സിജൻ വരേന്, ഒരു ഓക്സിജൻ വരേന്, ഈ ഓക്സിജൻ നിൽക്കുന്നു. ഞാൻ ഈ സൈഡ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ ഇവന്റെ ദൂരം നമ്മൾ എടുത്തു നോക്കാം. സൾഫർ പറഞ്ഞു എനിക്ക് വേണ്ട ആൾറെഡി എന്താ പറയുക സാറ്റിസ്ഫൈഡ്, my octet is completed, so I don't want anything from you, I don't want to share from you, but I can contribute. I don't want share from you, but I can contribute my lone pairs. ഈ ഓക്സിജൻ കൊടുത്തു. ഈ ഓക്സിജൻ 2 + 2 + 2 2 അവർക്ക് ഒക്ടേറ്റ് കംപ്ലീറ്റഡ് ആയി. ഈ ഓക്സിജൻ കംപ്ലീറ്റഡ് ആയി. അതായത് സൾഫർ ഒരു ഓക്സിജനെ പ്രകാരം അടുത്ത ഓക്സിജൻ കൊടുത്തു അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവന്റെ ബാലൻസ് എത്രയാണ്? ഇവര് 1 2 3 ആണ്. ഇവരും ഡേറ്റി ബോണ്ടുള്ളടത്ത് 3A വന്നിട്ടുണ്ട് നോക്കാം. ഇനി നമുക്ക് ഇത് രണ്ട് ഇക്വാലന്റ് ആണ്. ഫോർവേഡ് ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സൾഫറിന്റെ ഈ ഓക്സിജന്റെ ഈ ഓക്സിജന്റെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരാൾ മതി, കാരണം രണ്ടുപേരും ഒരേ മാതിരി ഇക്വാലന്റ് ആണ്. അപ്പോൾ ഫോർവേഡ് ചാർജ് ഓൺ സൾഫർ കണ്ടുപിടിക്കാം. സൾഫറിന്റെ ബാലൻസ് ഇലക്ട്രോൺ 6 ആണ്, -1/2 ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ. രണ്ട് ബോണ്ട് 2 4 ആയി. ഇത് 2 എത്രയായി? 1 2 3 4 4 ഇതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2 × 4 ആയി, 4 6 ആയി, 8 ആയി. മൈനസ് നമ്പർ ഓഫ് ആന്റിബോഡി. ഇതിലെ ലോൺ പെയറിൽ ബാലൻസ് ഉണ്ടോ? ഓൾറെഡി കൊടുത്തുപോയി, കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, കോൺട്രിബ്യൂഷൻ കഴിഞ്ഞു. കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൾഫറിന് ഒരു ലോൺ പെയർസ് ഒന്നുമില്ല, 0 ആണ്. സോ 2 8 അല്ലേ, 4 6 - 4 2 ആണ്, +2 സൈൻ ചെയ്തോ ചാർജ് +2 അടിച്ചു. ഇനി ഇവന്റെ നോക്കണം. SO ഫോർവേഡ് ചാർജ് ഓൺ ഡബിൾ ബോണ്ട് ഓയിൽ. ഫോർവേഡ് ചാർജ് കണ്ടുപിടിക്കാം. ഇതിനെ വിളിക്കുന്നു ഡബിൾ ബോണ്ട് ഓയിൽ. ഡബിൾ ബോണ്ട് ഓയിൽ കണ്ടുപിടിക്കാം. ഫോർവേഡ് ചാർജ് ഓൺ ഡബിൾ ബോണ്ട് ഓ ആറ്റം. ഡബിൾ ബോണ്ട് ഓ ആറ്റം ഈക്വൽ ടു ഓക്സിജന്റെ ബാലൻസ് നമ്പർ ബാലൻസ് ഇലക്ട്രോൺ 6 -1/2 ഇൻറ്റു ഈ ഓക്സിജൻ എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ട്. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺസ്, 2 × 2 4 ഇലക്ട്രോൺസ്, മൈനസ് എത്ര നോൺ ബോണ്ടഡ് അഥവാ നോൺ ബോണ്ടഡ് ഓർ ആന്റിബോണ്ടിങ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 4 നോക്കുക, കാൽക്കുലേഷൻ നോക്കുക. 2 × 4 6 × 2 പോയി കഴിഞ്ഞാൽ 4 കിട്ടും. 4 - 4 ആയി 0 കിട്ടി. ഇനി ഫോർവേഡ് ചാർജ് ഓൺ ഏതെങ്കിലും രണ്ടുപേരും ഇക്വാലന്റ് ആണ്, ഒരാൾ എടുത്താൽ മതി. ഡേറ്റി ബോണ്ട് ഓ, ഈ ഡേറ്റി ബോണ്ട് ഓ ഉള്ള ആളിനെ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. 6 ആണ് ഓക്സിജന്റെ ബാലൻസ് ഇലക്ട്രോൺ, 1/2 ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റി ബോണ്ട് ഒരു ബോണ്ട്, അവിടെ 2 ഇലക്ട്രോൺസ്, മൈനസ് ഇതിന് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ്, അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5 6 ഇലക്ട്രോൺസ്, അഥവാ 3 അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. നമുക്ക് അൺഷെയർഡ് പെയർ അല്ല വേണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആന്റിബോണ്ടിങ്. 1 2 3 4 5 6 നോക്കാം. 2 പോയി എന്താണ് 1 ആണ്, 6 - 1 എത്രയാണ്? 5 ആണ്. 5 - 6 -1 ഉണ്ടോ? ചാർജ് നോക്കുക. ഫോർവേഡ് ചാർജ് സൾഫറിന്റെ +2 ആണ്. ഈ ഡബിൾ ബോണ്ട് ഓക്സിജന്റെ ചാർജ് ഫോർവേഡ് ചാർജ് 0 ആണ്. ഈ ഓക്സിജന്റെ ഡേറ്റി ബോണ്ട് ഓക്സിജൻ -1, ഇവന്റെ -1 ആണ്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുന്നത് SO3 മോളിക്യൂൾസിലെ എന്താ പറയുക ഫോർവേഡ് ചാർജ്. ഓരോ ആറ്റത്തിന്റെയും ഫോർവേഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾ +2 കിട്ടി, ഒരാൾക്ക് 0 കിട്ടി, ഒരാൾക്ക് -. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. SO2 നോക്കാം.
സോൾട്ട് അറിയാം സ്ട്രക്ചർ സൾഫർ 6 ആണ് 1 2 3 4 5 6 2 is ഒരു ഓക്സിജൻ 1 2 3 4 5 6 സ്റ്റേബിൾ ആയി 1 2 3 4 5 6 7 ഇവൻ സ്റ്റേബിൾ ആയി SO8 ഈ ഓക്സിജനും ഈ സൾഫർ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഭയങ്കര സ്റ്റേബിൾ ആയി ഇനി ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ട സൾഫർ ഓൾറെഡി സ്റ്റേബിൾ ആയി ഒക്ടേറ്റ് കംപ്ലീറ്റഡ് ആയി അപ്പോൾ വരുന്ന ആളിനെ ഇവിടെ വരയ്ക്കരുത് കാരണം കോൺട്രിബ്യൂഷൻ ആണ് സൾഫർ ഓൾറെഡി ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഓക്സിജൻ ഇപ്പോൾ നോക്കി കോൺട്രിബ്യൂഷൻ കിട്ടുമ്പോൾ എത്രയായി 1 2 3 4 5 6 7 8 അതുകൊണ്ട് ഈ ഓക്സിജനുമായിട്ട് ഡേറ്റ് കൊണ്ടാണ് ഈ ഫോർവേഡ് ചാർജ് അപ്പോൾ ഇവന് 1 2 3 4 5 6 ഈ ഇവിടെ 1 2 ഇവിടെ 2 ലോൺ പെയർ ഈ ഓക്സിജന് 2 ലോൺ പെയർ ഡേറ്റ് കൊണ്ടുള്ളോട്ട് 3 ലോൺ പെയർസ് ഉണ്ട് ഫോർവേഡ് ചാർജ് കണ്ടുപിടിക്കാം ഫോർവേഡ് ചാർജ് ഓൺ സൾഫർ സൾഫറിന്റെ ഫോർവേഡ് ചാർജ് ബാലൻസ് ഇലക്ട്രോൺ B എത്രയാണ് 6 മൈനസ് ഹാഫ് ഇൻടു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണ് സൾഫറിന് 1 2 3 ബോണ്ട്സ് ആണ് ഇൻക്ലൂഡിംഗ് ഡേറ്റ് ബോണ്ട് 3 to 2 6 ഇലക്ട്രോൺസ് മൈനസ് ആന്റിബോഡി ഇലക്ട്രോൺസ് എത്രയുണ്ട് ഇതിന് ഒരു ലോൺ പെയർ ഉണ്ട് അതായത് 2 ഇലക്ട്രോൺസ് 2 6 3 ആണ് 6 minus 3 3 3 minus 2 എത്രയാണ് പ്ലസ് 1 അത് ഫോർമൽ ചാർജ് ഡബിൾ ബോണ്ട് നോക്കാം നമുക്ക് ഡബിൾ ബോണ്ട് ഫോർമൽ ചാർജ് നോക്കാം ബാലൻസ് ഇലക്ട്രോൺ 6 ആണ് മൈനസ് 1/2 ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടുകൾ എത്ര ബോണ്ടാണ് 1 2 2 into 4 ഇലക്ട്രോൺസ് മൈനസ് എത്ര ആന്റിബോഡി ഇലക്ട്രോൺസ് ഉണ്ട് 1 2 3 4 4 ഉണ്ട് സോ 2 ആണ് 6 minus 2 എത്രയാണ് 4 ആണ് 4 minus 4 0 നെക്സ്റ്റ് FC ഓൺ ഡേറ്റ് ബോണ്ട് ഓയിൽ കണ്ടുപിടിക്കാം ഓക്സിജന്റെ ബാലൻസ് ഇലക്ട്രോൺ B 6 ആണ് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണ് ഒരു ബോണ്ട് ആണ് ഡേറ്റ് ബോണ്ട് ആണ് അതിന് 2 ഇലക്ട്രോൺസ് ആവുള്ളത് minus number antibond electrons 1 2 3 4 5 6 3 lone pairs 6 ആണ് അപ്പോൾ 6 ഇലക്ട്രോൺസ് ആണ് ഇത് 1 കിട്ടി 6 ന് 1 പോയി കഴിഞ്ഞപ്പോൾ എത്രയാണ് 5 ആണ് 5 minus 6 minus 1 ഉണ്ടോ അപ്പോൾ SO2 ഒരു സൾഫറിന് എന്താ ചാർജ് കിട്ടുന്നത് +1 ആണ് ഈ ഓക്സിജന് -1 ആണ് ഈ ഡബിൾ ബോണ്ട് ഓക്സിജന് 0 ആണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതിന് മൈനസ് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ പ്ലസ് സൾഫർ ഇവിടെ മൈനസ് കാണിക്കാം എന്ന് പറഞ്ഞത് ഇപ്രകാരമാണ് എന്താ പറയുക ഫോർമൽ ചാർജസ് ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക വീഡിയോ 1 2 തവണ റിവൈസ് ചെയ്യുക